ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ കേസിൽ മാർക്കറ്റ് ലീഡർ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് ടാറ്റ തന്നെയാണ്. ഈവൻ നമ്മുടെ മഹീന്ദ്ര മറ്റുള്ള പെട്രോൾ ഡീസലിൻ്റെ കാര്യത്തിലൊക്കെ ഇപ്പോൾ ടാറ്റയെ കുറച്ചൊക്കെ പിടിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ പോലും ഇലക്ട്രിക് വണ്ടികളുടെ കേസിൽ മഹീന്ദ്രയ്ക്ക് അധികം വണ്ടികളും ഇല്ല. മാത്രമല്ല അവർ ഇറക്കാൻ ഇതുവരെ അങ്ങനെ കൂട്ടാക്കിയിട്ടുമില്ല. ആകപ്പാട് XUV 400 ആണ് മഹീന്ദ്രയ്ക്ക് ഇപ്പോൾ മെയിൻ സ്ട്രീം ആയിട്ടുള്ള ഒരു EV വണ്ടി. പക്ഷേ എന്നാൽ ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ ഇവരുടെ ഇഷ്ടം പോലെ ഇലക്ട്രിക് വണ്ടികൾ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ ടെസ്റ്റിങ്ങും ഇപ്പോൾ നല്ല തകൃതിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അതിലൊരു വാഹനമാണ് ഇപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല നീറ്റായിട്ട് ടെസ്റ്റിങ്ങിൽ കണ്ടു കിട്ടിയിരിക്കുന്നത്. ഇതിനു മുമ്പ് ഈ വാഹനം ഇഷ്ടംപോലെ പ്രാവശ്യം ടെസ്റ്റിങ്ങിൽ കണ്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇത്രയും നീറ്റായിട്ട് ഇതിൻ്റെ ഡിസൈനും അതുപോലെ ഇതിൻ്റെ ബാക്കി ഇൻറ്റീരിയറും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ വ്യക്തമായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ എന്നാൽ ഇപ്പോൾ അത് പറ്റിയിട്ടുണ്ട്. ആൻഡ് ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ വണ്ടി മൊത്തം ക്യാമഫ്ലാഷ്ഡ് ആണ്, ഓക്കെ. പക്ഷേ എന്നാൽ പോലും ഇതിൻ്റെ ഏകദേശം ഡിസൈൻ ഇപ്പോൾ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അവർ കണക്റ്റഡ് DRLs ഇതിനകത്ത് കാണാൻ പറ്റും. നടുവിൽ ആ ഒരു എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് മൊത്തത്തിൽ ആ കണക്ഷൻ്റെ താഴത്തായിട്ട് അവരൊരു ക്രോം പീസും കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് നമുക്ക് അത്യാവശ്യം നീറ്റായിട്ട് തോന്നാനായിട്ട്. അപ്പോൾ അത് കൊള്ളാം. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ്സിന് താഴത്തും നമുക്ക് ആ ഒരു ക്രോം ഫിനിഷ് ക്യാരി ഓവർ ചെയ്ത് വരുന്നുണ്ട്. ഈ ഹെഡ്ലൈറ്റ്സ് ആക്ച്വലി ലീക്കായി വന്നതാണ് ഒരു പ്രാവശ്യം. എന്നാൽ അത് പക്ഷേ ഇതിൻ്റെ അല്ലായിരുന്നു. ഇതിപ്പോൾ XUV E9 എന്ന് പറയുന്ന നമ്മുടെ XUV 700 ഇലക്ട്രിക് വേർഷൻ്റെ കൂപ്പ് SUV ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പക്ഷേ എന്നാൽ ഇതിൻ്റെ തന്നെ നമ്മുടെ 700 അതേ ഇലക്ട്രിക് വേർഷൻ വരും. അതിൻ്റെ കോഡ് നെയിം അവർ E8 എന്നാണ് കൊടുത്തിരുന്നത്, XUV E8. അത് ശരിക്കുള്ള പേരിന് ഇപ്പോൾ നമുക്ക് കാണാം എന്തായിരിക്കും. ചിലപ്പോൾ XUV 9XO ഒന്നും അല്ല അവർ വിളിക്കുമായിരിക്കും ഈ വണ്ടി. നോർമൽ XUV 8XO എന്ന് മേ ബി വിളിക്കുമായിരിക്കും, നമുക്ക് നോക്കാം. കാരണം ഓൾറെഡി ഇപ്പോൾ 300 ഇലക്ട്രിക്കിനെ ഒരു 400 എന്നാണല്ലോ വിളിക്കുന്നത്. ചിലപ്പോൾ ഇനി 4XO ആവുമായിരിക്കും. മഹീന്ദ്ര ആ ഒരു പേര് മാറ്റൽ പ്രക്രിയ ഇപ്പോൾ ഇനിയിപ്പോൾ നടത്താൻ പോവുകയാണ് XUV സീരീസിൻ്റെ അകത്ത്. എനിവേ ഇപ്പോൾ ഈ ലൈറ്റ്സിൻ്റെ ഡിസൈൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ അടുത്ത് വന്ന 3XO ആയിട്ട് ഓൾമോസ്റ്റ് ആ ഒരു സിമിലർ പാറ്റേൺ ആണ് ഇതിൻ്റെ ലൈറ്റ്സിലിരിക്കുന്നത്. പക്ഷേ എനിക്കിതിൻ്റെ ഡിസൈൻ കുറച്ചും കൂടെ നീറ്റായിട്ട് തോന്നി. 3XOയിൽ അവർ കുറച്ച് ഇത്തിരി അഗ്രസീവായിട്ട് നമുക്കങ്ങനെ പെട്ടെന്ന് കണ്ട ഇഷ്ടപ്പെടാത്ത പോലത്തെ ഒരു ഡിസൈനായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പക്ഷേ ഈ വണ്ടി കാണുമ്പോൾ ഇത്തിരി കൂടെ എല്ലാ സാധനങ്ങളും നീറ്റായിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് അത്രയും ഓക്വേർഡായിട്ട് തോന്നുന്നില്ല കാണുമ്പോൾ. അതിൻ്റെ ഫുൾ എക്സ്റ്റീരിയർ കവറിംഗ് ആയിട്ട് നമുക്ക് DRLs അവൈലബിൾ ആണ്. ആൻഡ് ലൈറ്റ്സ് ആണെങ്കിലും ഒബ്വിയസ്ലി ഫുള്ളി LED ലൈറ്റ്സ് തന്നെയായിരിക്കും. ഇനി ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഇതിൻ്റെ വീൽസ് അടക്കം എല്ലാ സാധനങ്ങളും അവർ ക്യാമഫ്ലാജ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഡിസൈനൊക്കെ കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എന്നാലും മൊത്തത്തിലുള്ള പ്രൊപ്പോർഷൻസ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നമ്മുടെ XUV 700 എങ്ങനെയാണോ അതുപോലൊക്കെ തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. കാരണം ഇത് അഗൈൻ ഡെഡിക്കേറ്റഡ് സ്കേറ്റ് ബോർഡ് EV ആർക്കിടെക്ചറിൽ വരുന്ന വണ്ടിയൊന്നുമല്ല. XUV സീരീസിൽ അവർ ഇറക്കാൻ പോകുന്ന ഇലക്ട്രിക് വണ്ടികളെല്ലാം തന്നെ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ പവേർഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിനെ ബേസ് ചെയ്തായിരിക്കും വരുന്നത്. ഈവൻ നമ്മുടെ ഒരു സൈഡ് മിറർ ആണെങ്കിൽ പോലും XUV 700 തന്നെയാണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഒരു വ്യത്യാസമുള്ളത് ഈ വാഹനത്തിൻ്റെ ബാക്കിലത്തെ ഡോർ ഹാൻഡിൽസ് ആണ്. ഫ്രണ്ടിൽ നമുക്ക് ഫ്ലഷ് ടൈപ്പ് ഡോർ ഹാൻഡിൽസ്, അതായത് ഇങ്ങനെ പോപ്പപ്പ് ചെയ്ത് വരുന്ന ടൈപ്പിലുള്ള ഡോർ ഹാൻഡിൽസ് ഒക്കെ ഉണ്ട്. പക്ഷേ ബാക്കിലത്തെ ഡോർ ഹാൻഡിൽസ് അങ്ങനെയല്ല. അത് അവർ ഈ പറയുന്ന C-പില്ലറിനകത്താണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് സാധാരണ ആ ഒരു കൺവെൻഷണൽ പൊസിഷനിൽ അവർ കൊടുത്തിട്ടില്ല. മഹീന്ദ്ര പണ്ട് KOVയിൽ ഈ ഒരു സംവിധാനം കൊടുത്തായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഈ വണ്ടിയിലായിരിക്കും ഇത് വരാൻ പോകുന്നത്. എനിക്കിതിൻ്റെ കൂപ്പേ അല്ലാത്ത വേർഷൻ, അതായത് XUV E8 ഇതുണ്ടാവുമെന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ എന്തായാലും കൂപ്പയിൽ അവർ ഇത് വെച്ചാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ഇതിൻ്റെ അകത്ത് നമുക്ക് ഇങ്ങനത്തെ ഡിസൈൻ ആയിരിക്കും ഡോർ ഹാൻഡിൽസിന് കിട്ടാൻ പോകുന്നത്. അത് ഇപ്പോൾ ഒരു യൂണിക് ടച്ചായി. പിന്നെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഇതുവരെ നമുക്ക് ഈ വാഹനത്തിൻ്റെ ബാക്കിലത്തെ ടെയിൽ ലൈറ്റ്സ് കറക്റ്റായിട്ട് എങ്ങനെ ഇരിക്കും എന്ന് കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. കോൺസെപ്റ്റ് മോഡലിൽ അവർ കാണിച്ച ടെയിൽ ലൈറ്റ്സ് ആണെങ്കിലും അത് ഭയങ്കര സ്ക്വയർ ആയിട്ട്, അതായത് ഇങ്ങനെ കറക്റ്റ് ഒരു ഷേപ്പിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. നമുക്കൊരു പ്രോപ്പർ പ്രൊഡക്ഷൻ സ്പെക് വണ്ടിയുടെ ഷേപ്പ് എന്താണോ അതൊന്നും ആയിരുന്നില്ല. പക്ഷേ എന്നാൽ ഇപ്പോൾ കറക്റ്റായിട്ട് ഇതിൻ്റെ ടെയിൽ ലാംപ്സിൻ്റെ ഒരു ഷേപ്പ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഈ വാഹനത്തിൻ്റെ ടെയിൽ ലാംപ്സിൻ്റെ ഡിസൈൻ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഈവൻ നമ്മുടെ ടാറ്റ കർവൊക്കെ അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ ഒരു ഇത്തിരി കൂടെ ബെറ്ററായിട്ട് എനിക്ക് പേഴ്സണലി ഇതിൻ്റെ ഡിസൈനാണ് ഫീൽ ചെയ്തത്. ഒരുപക്ഷെ എൻ്റെ പ്രിഫറൻസ് ആയിരിക്കും. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറയാം. പിന്നെ ഈ വണ്ടിയുടെ മൊത്തത്തിൽ ബാക്കിലേക്ക് വരുമ്പോൾ ഒരു പ്രൊപ്പോർഷൻസ് ആണെങ്കിലും കർവിൻ്റെ ഒരു ഇത്തിരി എടുത്ത് പൊങ്ങി നിൽക്കുന്ന പോലെ തോന്നും. പക്ഷേ ഇതിനകത്ത് അങ്ങനെയില്ല. അത്യാവശ്യം നല്ലൊരു ഒഴുക്കിലാണ് ഇതിൻ്റെ ബാക്കിലത്തെ ഡിസൈൻ വരുന്നത്. രണ്ട് വണ്ടികളും കൂപ്പ് SUVs തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്ലോപ്പിംഗ് റൂഫ് ലൈനൊക്കെ രണ്ട് വണ്ടികളിലും കിട്ടും. ഇതിൻ്റെ അകത്തും അവർ ആ ഒരു സ്പോയിലർ പോലത്തെ സംവിധാനം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് റൂഫിൽ ഷാർക്ക് ഫാൻ ആൻറ്റിനൊക്കെ അവൈലബിൾ ആണ്. ആൻഡ് ഇതിൻ്റെ ടെയിൽ ലാംപ്സ് ആണെങ്കിലും വളരെ സ്ലീക്കാണ്. ഇതിനകത്ത് അല്ലാണ്ട് ഭയങ്കര ഓവറായിട്ടുള്ള സാധനങ്ങളൊന്നും കൊടുത്ത് ഒരു വൃത്തിയേടാക്കാനൊന്നും നോക്കിയിട്ടില്ല. നമുക്ക് ആ എൻഡിലേക്ക് വരുമ്പോഴാണ് ഇത്തിരി കൂടെ ടെയിൽ ലാംപ്സിന് തടി വരുന്നത്. പിന്നെ ബമ്പറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ താഴത്താണ് അതിൻ്റെ മറ്റേ ലൈസൻസ് പ്ലേറ്റ് ഏരിയ വരുന്നത്. ബൂട്ടിലേക്ക് കയറി അതിൻ്റെ പ്രൊവിഷനും കൊടുത്തിട്ടില്ല. ഇത്രയൊക്കെയാണ് ഇവരുടെ XUV E9 അല്ലെങ്കിൽ XUV 700 കൂപ്പേ ഇലക്ട്രിക്കിനെ എക്സ്റ്റീരിയറിൽ പറയാൻ പറ്റുന്ന. ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഇത്രയും കാലം എക്സ്റ്റീരിയറൊക്കെ നിങ്ങൾ ചിലപ്പോൾ പല സ്പൈ ഷോട്ട്സിലും കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇൻറ്റീരിയർ ആകെപ്പാടെ അവരെ കാണിച്ച ഒരു കോൺസെപ്റ്റ് ഇമേജ് മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എന്തായാലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുള്ള നമുക്ക് കറക്റ്റ് ഇൻറ്റീരിയർ എങ്ങനെ ഇരിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇമേജസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലും സ്ക്രീനും ഒക്കെ ഇതിന് മുമ്പ് ലീക്കായിട്ടുള്ളതാണ്. ചിലപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടുപരിചയം ഉണ്ടായിരിക്കും. ആ സെയിം സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതായത് സംഭവം ലെതർ റാപ്ഡ് ആണ്. 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ടാറ്റ ഇപ്പോഴത്തെ വണ്ടികളൊക്കെ വരുന്ന പോലെ. ആൻഡ് മഹീന്ദ്രയും അങ്ങനെ ഫൈനലി ഇലൂമിനേറ്റഡ് ലോഗോ ഉള്ള സ്റ്റിയറിംഗ് വീലിലേക്ക് പോയിട്ടുണ്ട്. അധികം കാണിച്ചു തരാം. പക്ഷേ അതിന് മുമ്പ് നമ്മൾ ഡാഷ്ബോർഡ് ലേഔട്ട് നോക്കുകയാണെങ്കിൽ അത് നമുക്ക് ഏകദേശം XUV 700 ആ ഒരു സിമിലർ പാറ്റേൺ തോന്നും. അല്ലാണ്ട് കുറച്ച് ഇൻസേർട്ട്സ് വരുന്നൊക്കെ വ്യത്യാസമുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് സ്ക്രീൻ നിങ്ങൾക്ക് കാണാം. 3 സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. അതും ഒരൊറ്റ അറയിൽ. ഇപ്പോൾ നമ്മൾ
ഇൻഫോടൈൻമെന്റ് സിസ്റ്റവും ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ഒക്കെ രണ്ടും ഒരു പാനലിൽ മെർജായി നിൽക്കുന്ന പോലെ നമ്മൾ XUV700 തന്നെ കണ്ടിട്ടുള്ളതാണ്. ഇതിൻ്റെ അകത്ത് വെച്ച് അവർ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ അതുപോലെ ഇൻഫോടൈൻമെന്റ് സിസ്റ്റം അതിൻ്റെ കൂടെ ഒരു പാസഞ്ചർ സൈഡിലെ ഡിസ്പ്ലേയും കൂടെ അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഈ ഒരു പാസഞ്ചർ സൈഡിലെ ഡിസ്പ്ലേ ആവശ്യം ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം ജസ്റ്റ് ഒന്ന് നടുവിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പാസഞ്ചറിന് നമ്മുടെ ഇൻഫോടൈൻമെന്റ് സിസ്റ്റം കാണാവുന്നേ ഉള്ളൂ. അപ്പുറത്തെ സൈഡിൽ പിന്നെ ഡിസ്പ്ലേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്, ഒരു വണ്ടിയിൽ മാക്സിമം ഡിസ്പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര മോഡേൺ ആവും എന്നുള്ളത്, അതുകൊണ്ട് കൊടുക്കുന്നതായിരിക്കും. അല്ലാണ്ട് ഇതിനൊരു സ്പെസിഫിക് പർപ്പസ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ താല്പര്യമുള്ള കേസല്ല ഇത്. എന്തായാലും നമുക്ക് നോക്കാം. മഹീന്ദ്ര ആദ്യമായിട്ടാണ് ഇങ്ങനെ 3 സ്ക്രീൻ കൊടുത്ത് ഒരു വണ്ടി ഇറക്കാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് ഒരു പാസഞ്ചർ സ്ക്രീനിൽ എന്തൊക്കെയാണ് യൂണീക്കായിട്ട് കൊടുക്കുന്നതെന്ന് അറിയാലോ. പിന്നെ സ്റ്റിയറിംഗ് വീലിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞ ഇലുമിനേറ്റഡ് ലോഗോ ഇതാണ്. ആൻഡ് മഹീന്ദ്രയുടെ കുറച്ചും കൂടെ ഒരു പുതിയ ലോഗോ ആണ് അവർ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ഓൾറെഡി നമുക്കറിയാം പ്രതാപോസ് വന്ന സമയത്ത് മഹീന്ദ്രയുടെ ലോഗോ അവർ മാറ്റിയായിരുന്നു. ആൻഡ് ഇത് നമ്മൾ ആ ഒരു ഇലക്ട്രിക് വണ്ടികൾ കാണിച്ച സമയത്ത് അവർ ടീസ് ചെയ്തൊരു ലോഗോ ഉണ്ടായിരുന്നു, ഈ 8 എഴുതുന്ന പോലെ എഴുതുന്നൊരു ലോഗോ. അതാണ് ഇതിൻ്റെ അകത്ത് ഇലുമിനേറ്റഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അത് കാണാൻ രസമുണ്ട്. ടാറ്റയുടെ ലോഗോ ഇലുമിനേറ്റഡ് ആയിട്ട് വരുമ്പോൾ നമുക്കൊരു ഇത്തിരി ഓൾഡ് ഫാഷൻ ആയിട്ട് ഇപ്പോൾ തോന്നും. പക്ഷേ മഹീന്ദ്രയുടെ ഈ ഒരു പുതിയ ലോഗോ ഇതിൻ്റെ അകത്ത് വരുമ്പോഴേക്കും അത്യാവശ്യം നല്ല ഒരു ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻറ്റർ കൺസോളിലേക്ക് വരികയാണെങ്കിൽ ബാക്കി കൺട്രോൾസ് ഒക്കെ നമ്മുടെ XUV700 തന്നെയാണ്. ഇപ്പോൾ AC യുടെ കൺട്രോൾസ് ഒക്കെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. സംഭവം ഡ്യുവൽ സോൺ AC തന്നെയാണ്. പക്ഷേ അതിൻ്റെ ആ ഒരു കൺട്രോൾ പാനൽ സംഭവങ്ങളെല്ലാം നമ്മൾ XUV700 കണ്ട അതേ ഒരു പാനൽ തന്നെയാണ്. ആൻഡ് നടുവിലായിട്ടാണ് ഇതിൻ്റെ AC വെൻസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മിക്കവാറും നമുക്ക് സോഫ്റ്റ് ടച്ച് റൂംസ് ഒക്കെ ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആയിരിക്കും. അത് 700 ഓൾറെഡി ഉണ്ട്, ഈവൻ സ്കോർപ്പിയോ എന്നിലും ഉണ്ട്. അപ്പോൾ പിന്നെ അവർ ഇതിൻ്റെ അകത്ത് കൊടുക്കാണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇത് മഹീന്ദ്രയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ നിൽക്കാൻ പോകുന്ന വാഹനമായിരിക്കും. ഇപ്പോൾ ഏറ്റവും എക്സ്പെൻസീവ് മഹീന്ദ്ര XUV700 ആണ്. പണ്ട് അൽത്തിറ C4 ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതിപ്പില്ല. എന്തായാലും ഈ വണ്ടികളൊക്കെ വരുന്നതോടുകൂടി XUV E8ഉം അതുപോലെ XUV E9ഉം ആയിരിക്കും അവരുടെ റേഞ്ച് ടോപ്പിംഗ് ആയിട്ട് നിൽക്കാൻ പോകുന്നത്. പിന്നെ ഇവരുടെ ഇലക്ട്രിക് വണ്ടികളെല്ലാം കൂടെ ഇപ്പോൾ ഒരു സമയത്ത് ടെസ്റ്റിങ്ങിൻ്റെ ഇടയിലും കണ്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഇമേജസ്. ഇതിൻ്റെ അകത്ത് നമ്മുടെ XUV റേഞ്ചിൽ നിൽക്കുന്ന XUV E8 ഉണ്ട്, XUV E9 ഉണ്ട്. അതായത് 700 ഇലക്ട്രിക് ഉണ്ട്, അതിന് തന്നെ കൂപ്പ ഉണ്ട്. മുകളിലത്തെ 2 ഇമേജസിലും താഴത്തോട്ട് നമുക്ക് കാണാം. ആൻഡ് ലെഫ്റ്റ് സൈഡിൽ ഇവരുടെ BE05 എന്ന് പറഞ്ഞ കൂപ്പെ SUVയും അവർ ടെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ BE05 അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. അത് പക്ഷേ ഡെഡിക്കേറ്റഡ് സ്കേറ്റ് ബോർഡ് EV ആർക്കിടെക്ചറിൽ വരുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊന്നും കാണാൻ സാധിക്കില്ല. കുറച്ച് ടൈം എടുക്കും ആ വാഹനത്തിന് ലോഞ്ചിന്. പക്ഷേ എന്തായാലും ആ വണ്ടി വരും. അതിന് മുമ്പ് അവർ നോർമൽ പ്ലാറ്റ്ഫോമിലുള്ള വണ്ടികൾ ഇറക്കി തീർക്കുന്നു എന്നേ ഉള്ളൂ. പിന്നെ ഇത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരിത്തിരി ചെറുതായിട്ട് തോന്നുന്നുണ്ടായിരിക്കും. കാരണം ഇത് എൻട്രി ലെവൽ വാഹനമാണ്, അവരുടെ BE05. അത് കഴിഞ്ഞ് BE07ഉം BE08ഉം അങ്ങനെ കുറേ വണ്ടികളൊക്കെ ഉണ്ട്. അതൊക്കെ അവർ പണ്ട് കോൺസെപ്റ്റായിട്ട് കാണിച്ചിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ് പിന്നെ ടെസ്റ്റിങ്ങിൽ നമുക്ക് ഇത്രയും വണ്ടികളൊക്കെ ഇതുവരെ കാണാൻ പറ്റിയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള വണ്ടികളൊന്നും അവരങ്ങനെ ടെസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. പിന്നെ ഥാർ EV, അങ്ങനെ സ്കോർപ്പിയോ EV, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ പറയുന്നൊക്കെ ഉണ്ടായിരുന്നു. ഥാർ EVയുടെ കോൺസെപ്റ്റ് മഹീന്ദ്ര കാണിച്ചതാണ്. അതും ഇതുവരെ അങ്ങനെ ടെസ്റ്റിങ്ങിലൊന്നും ഇറക്കിയിട്ടില്ല. പിന്നെ ഈ വണ്ടിയുടെ മെക്കാനിക്കൽ ആസ്പെക്ട്സ് ഒക്കെ ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം. ഞാൻ മിക്ക വീഡിയോസിൽ പറയുന്നതാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് റിയർ വീൽ ഡ്രൈവ്, ഓൾ വീൽ ഡ്രൈവ് തുടങ്ങിയ കൺഫിഗറേഷൻ ഉണ്ടാകും. അതുപോലെ ഫോക്സ്വാഗൻ്റെയും BYDയുടെയും കയ്യിൽ നിന്നൊക്കെയാണ് നമ്മുടെ മഹീന്ദ്ര ബാറ്ററി അതുപോലെ മോട്ടർ തുടങ്ങിയ സംഭവങ്ങളൊക്കെ വാങ്ങാൻ പോകുന്നത്. ഫോക്സ്വാഗൻ്റെ MEB പ്ലാറ്റ്ഫോമായിട്ടുള്ള ഒരു കൊളാബറേഷൻ മഹീന്ദ്ര അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ അപ്കമിങ് ഇലക്ട്രിക് വണ്ടികൾക്ക് വേണ്ടി. ഗൈസ്, അപ്പോൾ ഇതാണ് പുതിയ XUV സീരീസിൽ വരുന്ന മഹീന്ദ്രയുടെ ഇലക്ട്രിക് വണ്ടികളുടെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.